പഞ്ചാസ്യം മഴുമാനും വരാഭയകരം പൂഞ്ചായലിൽ ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായ സുന്ദരമായ കാരുണ്യവാരാശിയായി അഞ്ചിക്കും ജിരിസിക്കും ഗിരിജയെ തണ്ടങ്ങമേറ്റും തലപ്പുഞ്ച ക്ഷേത്രമഹേശം നൽകുവരം സത്യം ശിവം സുന്ദരം. ഇന്നലെ മാഷിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ പോകുമ്പോൾ നമുക്കറിയാം, ശ്രാദ്ധമുട്ടാനൊത്ത് കൂടുമാറുണ്ടങ്ങൾ ഏട്ടൻ്റെ ഇല്ലപ്പറമ്പിൽ തങ്ങളിൽ മുഖത്ത് തുപ്പും പിന്നെ തങ്ങളൊന്നൊന്നു ചൊല്ലും ശരിക്കും. ജീവിതത്തിൻ്റെ വ്യർത്ഥതയെ കാണിക്കാനായിക്കൊണ്ട്, കർമ്മമണ്ഡലത്തിലെ വ്യർത്ഥതയെ കാണാൻ ഒരു കല്ലുരുട്ടി മുകളിലേക്ക് കൊണ്ടുപോയി പിന്നെ താഴത്തേക്ക് ഇട്ടു. അതെന്താണെന്ന് പറഞ്ഞാൽ സൈക്കിൾ ആണ് അർത്ഥം. ജീവിത ജനന മരണങ്ങളെല്ലാം സൈക്കിളാണ്. ചിലപ്പോൾ പുൽക്കൊടിയായിട്ട്, ചിലപ്പോൾ പുഴുവായിട്ട്, ചിലപ്പോൾ മനുഷ്യനായിട്ട്, ചില ആനയായിട്ടൊക്കെ ജനിക്കേണ്ടി വരും. ജീവിത തർക്കങ്ങളൊന്ന്. പിന്നീട് ഒരു കല്ല് ശക്തിയായിട്ട് കർമ്മമണ്ഡലങ്ങളെല്ലാം മുകളിലേക്ക് കയറ്റി ശക്തമായിട്ട് അധ്വാനിച്ചു പ്രോന്ന് താഴേക്കിട്ടു. കർമ്മമണ്ഡലത്തിൻ്റെ ഏതായ ദൂഷ്യഫലങ്ങൾ കാണിക്കുന്നതായ ഒന്ന്. പിന്നെയോ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചക്രാര പങ്ക്തിരിവ ഗച്ഛരി ഭാഗ്യപങ്ക്തി എന്ന് പറയും. ചക്രാര പങ്ക്തിരിവ ഗച്ഛരി ഭാഗ്യം എന്തായിത്തീരുന്നു? ചക്രാരപങ്കുരിയായിരിക്കുന്നു. ഒരു നല്ലൊരു ഫങ്ഷൻ നടന്നു വിചാരിക്കുക. തടസ്സങ്ങളൊന്നുമില്ലാതെ, അഹങ്കാരമില്ലാതെ ഒരു ഫങ്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ദുഃഖം നമുക്കുണ്ടാവും, ഒരു ചെറിയൊരു വേദന ഉണ്ടാവും. ഒരു തടസ്സമില്ലാതെ ഗംഭീരം 10,000-2000 പേരുടെ ഇതിൽ ഒരു ഫങ്ഷൻ നടത്തി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ ചെറിയൊരു അടി തരും. എന്തിനാണെന്നറിയാമോ? അത് നമുക്ക് അഹങ്കാരം ഉണ്ടായിട്ടല്ല, ഇനിയുള്ള ഫങ്ഷൻസിനും ഇതിനേക്കാട്ടിലും വിനയമായിട്ട് നടത്താനായിക്കൊണ്ട്. അപ്പം മധുസൂദനൻ സാറിനെ കണ്ടുമുട്ടി ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചിട്ട് ഒരു കുറച്ച് നാൾ മുമ്പ് കണ്ടുമുട്ടി. പിന്നെ മഹാരാജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഓർമ്മപ്പെടുത്തിയപ്പോൾ. അപ്പോൾ വ്യർത്ഥതയെ കാണിക്കാനായിക്കൊണ്ട്, അതായത് രാഷ്ട്രീയത്തിൻ്റെ ചില ചിന്തകളുടെ ദൂഷ്യഫലങ്ങളെ കാണിക്കാനായിക്കൊണ്ട് ഒക്കെ തന്നെയാണ് അദ്ദേഹം എഴുതിയത് എന്നർത്ഥം കവിതകൾ. അപ്പം ഇപ്പോഴത്തുള്ളതായ കുടുംബ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളെ കാണിക്കാനാണ് ഒരൊറ്റ വരി അദ്ദേഹം നാരായണത്ത് പ്രാന്തിലൂടെ അഭിനയിച്ചിരുന്നത്. ശ്രാദ്ധമുട്ടാനത്ത് കൂടുമാറുണ്ടങ്ങൾ ഏട്ടൻ്റെ ഇല്ലപ്പറമ്പിൽ തങ്ങളിൽ മുഖത്ത് തുപ്പും പിന്നെ തങ്ങളൊന്നൊന്ന് ചൊല്ലും ചിരിക്കും. അത് കുടുംബമായാലും അത് ഗ്രാമമായാലും എന്തായാലും നമുക്ക് ഓലോയ്ക്കുക. അന്ന് അദ്ദേഹം എഴുതി വെച്ചത്, കവിതയിലൂടെ എഴുതി വെച്ചത് ഇന്ന് സത്യമായിത്തീരുന്നു. തങ്ങളിൽ മുഖത്ത് തുപ്പും. അന്ന് തങ്ങളൊന്നൊന്ന് ചെല്ലും ചിരിക്കും. നമ്മൾ TV ചാനലുകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്തോരം ചർച്ചകളാണെന്നറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല്, മറ്റേത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇവരെ എവിടെയാണ് പോണേ? നമ്മളെ പറ്റിക്കാനായിക്കൊണ്ട് ഈ മായാപ്രപഞ്ചമായിരിക്കുന്നതായ ഭാഗവതപ്രതിയും ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂരി പറയുന്നു, ഫ്രിഡ്ജും TV-യും ആണ് ഏറ്റവും വലിയ കലികാലത്തെ ഏറ്റവും വലിയ ദുരിതങ്ങൾ എന്ന് പറയാറുണ്ട്. ഫ്രിഡ്ജും TV-യാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തെ അന്ന് അദ്ദേഹം മുന്നിൽ കണ്ടു. തങ്ങളിൽ മുഖത്ത് വെപ്പും പിന്നെ തങ്ങളൊന്നൊന്ന് ചൊല്ലും ചിരിക്കും. അത് കുടുംബത്തിലായും രാഷ്ട്രീയ സാഹചര്യങ്ങളിലായാലും കാണുന്നതാണ്. അവരെല്ലാവരും ഒരുമിച്ച് ഹോട്ടലിൽ പോയി എല്ലാവരും കൂടെ ഒരുമിച്ച് ഓടി ഭക്ഷണം കഴിച്ച്, ഇനി ആരെങ്കിലും വണ്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലും കൊണ്ടുപോയിട്ട് അവരുടെ കുടുംബം കാര്യങ്ങളും സഹായിച്ച്, അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർ പരസ്പരം ചെയ്ത് അവർ കെട്ടിപ്പിടിച്ച് പോകുമ്പോൾ ഈ ക്യാമറാമാൻ അടക്കം എന്തായി? ഇപ്പോഴത്തെ ഭാഷയിടയ്ക്ക് ശശിയായി എന്ന് പറയാറുണ്ട്. അപ്പം ഈ മായാപ്രപഞ്ചത്തെ നമ്മളിലൂടെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇതിനകത്ത് എന്തൊക്കെയോ വലിയ സംഭവങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു സംഭവമില്ല. നമ്മളുടെ മനസ്സിനെ പറ്റിക്കാനായിക്കൊണ്ട് തന്നെയാണ്. അപ്പം അദ്ദേഹം എഴുതി, കുന്നു നെറുകയിൽ ചാർത്തണം, വരതരം പോലെ വരയ്ക്കണം, ഇന്ത്യയെന്നൊരു പേരു തലയിൽ കുറിക്കണം, കുന്നു നെറുകയിൽ ചാർത്തണം. അപ്പോൾ ഒരു ഭാരതത്തിൻ്റെ ചിത്രീകരണം ഭാരതഭൂമിയിൽ ജനിച്ചതായ മധുസൂദനൻ സാർ ഇന്നലെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തപ്പോൾ, അപ്പോൾ കുന്നു നെറുകയിൽ ചാർത്തണം, മരതരം പോലെ വരയ്ക്കണം, ഇന്ത്യ എന്നൊരു പേരു തലയിൽ കുറിക്കണം. പണ്ടൊക്കെ സ്കൂളിൽ 5, 6, 7, 8, 9, 10 ക്ലാസ്സുകളിൽ നിർബന്ധമായിട്ടും ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാരതം നമ്മുടെ ഹൃദയത്തിൽ നിറയാനായിക്കൊണ്ട് വരയ്ക്കുമ്പോൾ എന്തായി? അവിടെ നാനാത്വത്തിൽ ഏകത്വം. കേരളം ഒരു ചെറിയ കഷ്ണമുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്തോരം പോപ്പുലേഷനാണ്. മഴ ധാരാളം പെയ്യട്ടെ, എത്ര മഴ പെയ്താലും മതിയാവില്ല. കാരണം അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗുജറാത്തിൽ പോയപ്പോൾ, ഗുജറാത്തിലെ ഒരു ഭാഗവത സത്സംഗത്തിൽ പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ അമ്മമാർ 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ളതായ കിണറിലേക്ക് നടക്കുന്നു.
ഇവിടുത്തെ പോലെയല്ല മണൽ. രാവിലെ 8 മണിക്ക് കാല് ചവിട്ടി കഴിഞ്ഞാൽ കാല് പോകണം. രാജസ്ഥാൻ മരുഭൂമി നമുക്കറിയാം. അവിടെ അമ്മമാർ തട്ടം ഇട്ടുകൊണ്ട് തലയിലൊരു ഇത് ഇട്ടുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് അവിടെ പോയപ്പോൾ ഞങ്ങൾ പോയി ആ കിണർ കാണാനായിക്കൊണ്ട്. കോരാൻ പോലും ഒരു കപ്പി പോലുമില്ല. ഈ പെയിൻറ്റിൻ്റെയും ഇരുമ്പിൻ്റെയും ചെറിയ പാത്രങ്ങളെ കയറ് കെട്ടി നിറച്ച് അമ്മമാരെ ആ കിണറിൽ നിന്ന് വെള്ളം മുക്കി എടുക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചത് അന്ന്. അവിടുത്തെ അമ്മമാർ, അവിടുത്തെ ഗോപികമാർ, അവിടുത്തെ കൃഷ്ണഭക്തർ എന്താണ് അവിടെ ചെയ്യുന്നത്? അവിടെ ഒരു നോട്ടം കൊണ്ട് പോലോ അല്ലെങ്കിൽ വേറൊരു പ്രവൃത്തി കൊണ്ട് അന്യപുരുഷനെ നോക്കുപോലും ചെയ്യാതെ തലയിൽ അവിടെ വെള്ളം കൊണ്ടുവന്നിരുന്നെങ്കിൽ മൂർഷലമായി ഭൂമിയെ കുളിരനയിക്കാനെ കൊണ്ട് മഴ പെയ്യിക്കട്ടെ. മഴ എന്ന് പറയുന്നത് ഓരോ മഴത്തുള്ളിയും ജ്ഞാന സന്ദേശമാണ്. ഓരോ മഴത്തുള്ളിയും ഊഷലമായി കിടക്കുന്ന ഭൂമിയെ കുളിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെയും കുളിരണിയിച്ചു വരുമ്പോൾ നമുക്കറിയാം ലോക നെറുകയിൽ വിരാജിക്കുന്നതായ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും കണ്ടെത്താൻ സാധിക്കാത്തതായ ഒരു വൈഭവം ഇപ്പോൾ നടക്കുകയാണ്. സാധാരണ ഇടവമാസം തുടങ്ങിയ മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? കരിമ്പടം എടുക്കേണ്ടി വരും, പുതച്ചു മൂടേണ്ടി വരും. ഇപ്പോൾ ആദ്യത്തെ ഒരു മഴ കഴിഞ്ഞാൽ ആദ്യത്തെ ചൂടിനേക്കാളും ഇരട്ടി ചൂടാണ്. 60 ഡിഗ്രി സെൽഷ്യസ് പസഫിക് സമുദ്രം ഇപ്പോൾ ചൂടാണ്. 70-60 ആയിട്ട് തുടങ്ങി. അതിൽ നിന്നിരിക്കുന്നതായ ചൂടുകാറ്റ് ഏറ്റ് ലോകം മുഴുവനും ചൂട് സഹിക്കാതെ വരുമ്പോൾ മഴ പെയ്യണം. നല്ല മഴ എന്ന് പറയാൻ സാധിക്കട്ടെ, നല്ല വെയിൽ എന്ന് പറയാൻ സാധിക്കട്ടെ, നല്ല ആൾക്കാർ എന്ന് പറയാൻ സാധിക്കട്ടെ, നല്ല അമ്പലം എന്ന് പറയാൻ സാധിക്കട്ടെ, നല്ല പൂവ് എന്ന് പറയാൻ സാധിക്കട്ടെ. എല്ലാത്തിനെയും നല്ലത് കാണുമ്പോൾ എന്തായിത്തീരുന്നു? അവിടെ നന്മയായിത്തീരുന്നു എന്നാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ അയിനൂണിലുള്ളതായ ആഹാര പദാർത്ഥങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതി? ഇന്ന് പരിപ്പില്ല, അപ്പോൾ നാളെയാണ് വേളിക്കുക, നാളെ വേളിക്കാൻ നമുക്ക് പരിപ്പുള്ളൂ, ഇന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ പരസ്പരം അറിയുമ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത ഫീൽഡുകൾ അദ്ദേഹത്തിന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാവുന്നത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവിടെ എന്തായി? ജ്ഞാന സന്ദേശം എന്തായിത്തീരുന്നു? രണ്ടും ഒന്നായിത്തീരുന്നു. രണ്ട് ബോധമണ്ഡലവും ഒന്നായിത്തീരുന്നു. ആ ബോധമണ്ഡലം ഒന്നായിത്തീരുമ്പോൾ മാത്രമേ ബ്രഹ്മാനന്ദം പരമസുഖതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദസ്സം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമണ്ഡലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. അങ്ങനെ സദ്ഗുരുവിനെ നമസ്കരിക്കുമ്പോൾ അതിലേക്ക് എത്തണം. അതിലേക്ക് എത്താൻ പറ്റാത്തവരാണ് എന്താണ്? ബിംബത്തിൽ ഈശ്വരനെ കാണുന്നത് എന്നർത്ഥം. മണ്ണിലും കണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു, അവൻ കരുണാമയനാൽ കാവൽ വിളക്കായി കരളിൽ ഉദിക്കാൻ സാധിക്കണം എന്നർത്ഥം. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസര് പറഞ്ഞു, ആനയും ആനക്കാരനും ദൈവമാണ് എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പോയി. ഒരു ശിഷ്യനെ എന്ത് ചെയ്തു എന്നറിയാമോ? ആന ഓടിയപ്പോൾ അവിടെ തന്നെ നിന്നു. ആന എന്ത് ചെയ്തു? ആന അവനെ ഇടുത്തെറിഞ്ഞു. അത് കഴിഞ്ഞ് മേലൊക്കെ ചോരയൊക്കെ ആയിട്ട് നടുവൊക്കെ ഒടിഞ്ഞ് ഇങ്ങനെ ചെല്ലുക. അയ്യോ ഗുരുനാഥ, ആന ഈശ്വരനാണ്. അതെ, ഞാൻ ആനയെ ഗണപതിയിൽ നിന്ന് സങ്കല്പിച്ച് തൊഴുതുകൊണ്ടു. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? ആന എടുത്തെറിഞ്ഞു. അപ്പോൾ അത് വെച്ചാൽ അതിന് മുമ്പ് ഒരാൾ വന്നു, ആനക്കാരൻ. ആന അടഞ്ഞിട്ടുണ്ട്, ഓടിക്കോളൂ എന്ന് മുമ്പിൽ ഓടിയതായ ആനക്കാരനിൽ ഈശ്വരനെ കാണാത്തതുകൊണ്ടാണ് നിനക്ക് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഭേദഭാവങ്ങളില്ലാതിരിക്കുക, എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കുമ്പോൾ എല്ലാവർക്കും തലപ്പുഞ്ഞ മഹാദേവനെ തൊഴുകാനായിക്കൊണ്ട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കല്ല് വിരിച്ചിട്ടുണ്ട്. അതിന് 10% പൈസ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി പൈസ നമുക്ക് വിരിച്ചെടുക്കേണ്ടതുകൊണ്ട് പരമാവധി ബാക്കി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെയും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രദർശനം, എത്ര പ്രദർശനം വെച്ച് തൊഴിലാണ് സുഖമില്ല. കല്ലുവിരിക്കൽ ഇനി 10% പൈസ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി തുക നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് പരമാവധി സഹകരിക്കുക, പരമാവധി അതിനുള്ളതായ സാമ്പത്തികം കണ്ടെത്തി തരിക. ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടില്ല, ജീവനക്കാർക്കോ ദേശം പോലും ഒന്നും വേണ്ടിയിട്ടില്ല. ഇവിടെ വന്ന് തൊഴുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നെങ്കിൽ ബാക്കിയുള്ള തുകയും കൂടെ സംഘടിപ്പിക്കാനുള്ള മനസ്സ് എല്ലാ ലോകത്തിലെ എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃശിവായ പാർവതീശ പാപനാശന ഹരേ. നമഃശിവായ പാർവതീശ പാപനാശന ഹരേ.